സിമ്പിളായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ റിസ്ക് എടുക്കണം. ഞാൻ അങ്ങനെ കൂടുതൽ പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ഇമോഷണലായി. ഹായ് സ്മൃതി ആട്ടാ. ഞാൻ UAE എങ്ങനെയാണ് വന്നത്, എങ്ങനെ ജോലി കിട്ടി, ഹാപ്പി ആണോ, ഇപ്പോഴത്തെ ജോലി എങ്ങനെ കിട്ടി, ആദ്യം തന്നെ നാട്ടിൽ നിന്ന് ഈ ജോലി കിട്ടിയിട്ടാണോ വന്നത്, അങ്ങനെ കുറേ ക്വസ്റ്റ്യൻസ് ഞാൻ കണ്ടു. അപ്പോൾ ഞാൻ വിചാരിച്ചു ഒരു കുഞ്ഞു വീഡിയോ ആയിട്ട് ഞാൻ ചെയ്യാമെന്ന്. ഒരുപാട് പേര് പേഴ്സണലി മെസ്സേജ് അയച്ച് ചോദിക്കുന്നുണ്ട് ഇൻസ്റ്റാഗ്രാമിൽ. അതിൽ 1-2 പേർക്കൊക്കെ ഞാൻ റിപ്ലൈ കൊടുത്തു കേട്ടോ. അങ്ങനെ പരിചയപ്പെട്ട ഒരു കുട്ടി എൻ്റെ ഓൾറെഡി ഫ്രണ്ട് ആയിട്ടുണ്ട്. ഓക്കെ, ഞാൻ ജനുവരിയിലാണ് ഇവിടെ വരുന്നത്. അത് 2022 ജനുവരി 10-ാം തീയതി ഇവിടെ കയറി വരുമ്പോൾ എൻ്റെ വിചാരം എനിക്ക് സ്കൂളിൽ ഓഫ് കോഴ്സ് ടീച്ചറായിട്ട് ജോലി കിട്ടും എന്നുള്ളൊരു ഇതിലാണ്. അപ്പം ഞാൻ കയറി വരാനുള്ള പൈസ എന്ന് പറയണത് അമ്മ ഒരു സാധാരണ ഒരു ജോലി അല്ലെങ്കിൽ കൂലിപ്പണിക്കൊക്കെ പോയിട്ട് ഞങ്ങളെ നോക്കിക്കൊണ്ടിരുന്ന ഒരാളായിരുന്നു. അപ്പോൾ പുള്ളിക്കാരി ഇപ്പോൾ എന്തിനാ വിഷമം വരുന്നതെന്ന് വെച്ചാൽ എനിക്കറിയില്ല. എനിവേ കുറച്ച് ഗോൾഡൊക്കെ നമുക്ക് ഒരു കുഞ്ഞു മാല, പിന്നെ ഒരു കൈച്ചേൻ, കുഞ്ഞൊരു പാസരം, അങ്ങനെ കുറച്ച് കുഞ്ഞു സാധനങ്ങൾ നമുക്ക് സെറ്റാക്കി തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അയ്യോ എന്തിനിപ്പോൾ ഞാൻ കരയണേ, ഇതിപ്പോൾ നല്ല കൂത്ത്. അപ്പം ഞാൻ അമ്മയുടെ അടുത്ത് ഉറപ്പിച്ച് പറഞ്ഞു എനിക്കിങ്ങനെ പോകണം. അപ്പോൾ അത് കാരണം കൊണ്ട് ഞാൻ ഗോൾഡ് വിൽക്കാൻ പോവുകയാണ്, വേറെ വഴിയില്ല, നമ്മുടെ കയ്യിൽ അത്രയും പൈസ ഇല്ല, കാരണം ഇത്ര രൂപ വേണമല്ലോ. എൻ്റെ ലൈഫിലുണ്ടായ ഒരു ബാക്ക്ഗ്രൗണ്ടിലുണ്ടായ ഒരു കുഞ്ഞൊരു ഡ്രാമ, കുഞ്ഞെന്നല്ല അതൊരു വലിയൊരു ഡ്രാമയായിരുന്നു. അപ്പോൾ അതിന്ന് മാറി നിൽക്കാനുള്ളൊരു മെൻറ്റാലിറ്റി ഇപ്പം ഞാൻ വളരെ കൂളായിട്ടാണ് പറയണത്. ഞാനിപ്പോൾ ഓക്കെയാണ് അതിന്നൊക്കെ. ഓക്കെ, അപ്പോൾ ആ ഒരു ഡ്രാമ ഒന്ന് രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് ഞാൻ ഇവിടേക്ക് വന്നു. ഇവിടെ വന്നതിന് ശേഷം കണ്ട ഒരു അറ്റ്മോസ്ഫിയർ, ആൾക്കാർ ഒക്കെ ഭയങ്കര ഡിഫറെൻ്റാണ്. ഞാൻ മെൻ്റലി പ്രിപ്പയർഡ് ആയിരുന്നില്ല. പല നാഷണാലിറ്റീനെ പരിചയപ്പെടുക, സംസാരിക്കുക, ഇംഗ്ലീഷ്, വേറെ ലാംഗ്വേജസ് എന്ന് പറയുമ്പോൾ ഞാൻ ഒട്ടും പ്രിപ്പയർഡ് അല്ലായിരുന്നു. ഞാനിങ്ങനെ ഫ്ലാറ്റിൽ എനിക്കൊരു കുഞ്ഞൊരു പാർട്ടീഷൻ ബേസ് ആയിരുന്നു. ഞാനിങ്ങനെ നോക്കി നിൽക്കുമല്ലായിരുന്നു, ഇങ്ങനെ അന്തം വിട്ട പോലെ ഇങ്ങനെ നോക്കി നിൽക്കുമായിരുന്നു. അപ്പോൾ എൻ്റെ അടുത്ത് ഗിഫ്റ്റ് ചോദിച്ചിട്ടുണ്ട്, നീ എന്താ ഇങ്ങനെ നോക്കി നിൽക്കണേ, എന്താ നീ ഇങ്ങനെ ആൾക്കാരെ കാണാത്ത പോലെ നോക്കി നിൽക്കണേ, അങ്ങനെ ചോദിച്ചിട്ടുണ്ട് എൻ്റെ അടുത്ത്. അങ്ങനെ വന്നു ഞാൻ ജോലിക്ക് ഇൻഡീഡ്, ലിങ്ക്ഡിന് കുറേ അപ്ലൈ ചെയ്തു. കുറേ ക്രെഡിറ്റ് കാർഡിൻ്റെ സെക്ഷനിൽ എനിക്ക് ഇൻ്റർവ്യൂ കോൾ വന്നു, ജോലി കിട്ടുന്നുണ്ട്. ക്രെഡിറ്റ് കാർഡ് അറിയാലോ, അത് ഭയങ്കര ഒരു സെക്യൂർ ആയിട്ടുള്ളൊരു സ്പേസ് ആയിട്ട് എനിക്ക് ഫീൽ ചെയ്തില്ല. എൻ്റെ അടുത്ത് എല്ലാവരും അങ്ങനെയാണ് പറഞ്ഞത്. ഞാനപ്പോൾ എനിക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്താൽ കൊള്ളാമെന്നുണ്ട്. എൻ്റെ വിസ തീരാറായിട്ടുണ്ടായിരുന്നു. 3 മാസമായിരുന്നു അന്നത്തെ സമയത്ത് വിസിറ്റിംഗ് വിസ ഉണ്ടായിരുന്നത്. അതിൻ്റെ ഇടയിൽ എനിക്കൊരു സ്കൂളിൽ സ്കൂൾ ബസ്സിലെ നാനിയായിട്ട് ജോലി കിട്ടി 1800 ദിറംസിൽ. ഞാൻ ഹാപ്പി ആയിരുന്നു. ആ വഴി എനിക്ക് കുറേ കോണ്ടാക്ട്സ് കിട്ടി. ഞാൻ ട്യൂഷൻ എടുക്കാൻ തുടങ്ങി. 3-4 ട്യൂഷൻ എടുക്കാൻ തുടങ്ങിയപ്പോൾ എൻ്റെ സാലറിനേക്കാളും കൂടുതൽ ഇൻകം എനിക്ക് ട്യൂഷനിൽ നിന്ന് കിട്ടാൻ തുടങ്ങി. അപ്പോൾ എനിക്ക് കുറച്ച് കോൺഫിഡൻസ് ഒക്കെ വന്നു. ഏകദേശം ഒരു 1 ഇയർ ആ ജോബ് കണ്ടിന്യൂ ചെയ്തു. അത് ഏവിയേഷൻ ഫീൽഡ് എന്ന് പറയാൻ പറ്റില്ല, പക്ഷേ അതിൻ്റെ തന്നെ വേറെ ഏതൊക്കെയോ സെക്ഷനിൽ എൻ്റെ ഫ്രണ്ട്സിന് ജോബ് അവിടെ കിട്ടി. അപ്പോൾ ജോബ് കിട്ടിയപ്പോൾ പിന്നെ എൻ്റെ മൈൻഡിലൊരു കുശുമ്പ് വന്നു. സത്യം പറഞ്ഞാൽ കുശുമ്പ് വന്നു. അതായത് എനിക്കില്ലല്ലോ, അവർക്ക് കിട്ടിയതുകൊണ്ടല്ല, എനിക്കതെന്താ കിട്ടാഞ്ഞത് എന്ന്. അപ്പം ഞാൻ ആലോചിച്ചപ്പോൾ എന്താ, ഞാൻ അപ്ലൈ ചെയ്തിട്ടില്ല, ഞാൻ ട്രൈ ആക്കിയിട്ടില്ല. പിന്നെ ഞാൻ കുത്തിയിരുന്ന എയർപോർട്ട് ജോലി ഇങ്ങനെ അപ്ലൈ ചെയ്യാൻ തുടങ്ങി. അപ്ലൈയിലോ റിജക്ഷൻ, ഇത് തന്നെ പരിപാടി. അപ്ലൈ ചെയ്ത് അവസാനം ഒരു ജോബ് കൺഫേം ആയി. പക്ഷെ അവർ ഒഫീഷ്യലി നമുക്കൊരു എന്താ പറയുക അപ്പോയിൻമെൻറ്റ് ലെറ്റർ ഒന്നും തന്നിട്ടില്ല കേട്ടോ, ഒരു കൺഫർമേഷൻ ഒന്നും തന്നിട്ടില്ല. പക്ഷെ ഒരു വാക്കിൻ്റെ പുറത്ത് ഞാൻ എന്ത് ചെയ്തു, ഈ ജോബ് റിസൈൻ ചെയ്തു സ്കൂളിലത്തെ. പക്ഷെ എനിക്ക് ട്യൂഷൻ അപ്പോഴും ഉണ്ട്. അങ്ങനെ റിസൈൻ ചെയ്തിട്ട് നിൽക്കെ പെട്ടെന്ന് അവരെന്നെ ഫോൺ കോൾ വിളിച്ചിട്ട് ഒരു ചെറിയ ഇൻ്റർവ്യൂ പോലെ. അപ്പം അതിൻ്റെ പ്രൊഡക്ട്സും കാര്യങ്ങളൊക്കെ ചോദിച്ചപ്പോൾ ഞാൻ സംസാരിച്ചു. പക്ഷെ എൻ്റെ വോയിസ് എന്തോ അവർക്ക് ഇഷ്ടപ്പെട്ടില്ല. വോയിസ് ഇഷ്ടപ്പെടാത്ത കാരണം അവരെന്നെ റിജക്റ്റ് ചെയ്തു. വോയിസ് ഇഷ്ടപ്പെടാന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ വോയിസ് കുട്ടികളെ പോലെയാന്ന് പറഞ്ഞു. കഴിഞ്ഞ് പിന്നെ അപ്ലൈ ചെയ്തു ജോലി. പിന്നെ എനിക്ക് പിന്നെയും വിസിറ്റിംഗ് എടുക്കേണ്ടി വന്നു. പക്ഷേ ഞാൻ ട്യൂഷന് പോകുന്നുണ്ടായിരുന്നു. അതിൻ്റെ പുറകിൽ എന്നെ കുറേ പേര് ഹെൽപ്പ് ചെയ്തിട്ടുള്ള ആൾക്കാരുണ്ട് കേട്ടോ. കുറേ എയർപോർട്ടിൻ്റെ ജോലിയുടെ തന്നെ തേർഡ് പാർട്ടീസ് കമ്പനിയിൽ അപ്ലൈ ചെയ്തു. അവിടെ നിന്ന് ഇൻ്റർവ്യൂ കോൾ വന്നു. ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്തിട്ടും എനിക്ക് അവിടുത്തെ കൺഫർമേഷൻ കിട്ടുന്നില്ല. ഫൈനലി ഞാൻ ഡിസൈഡ് ചെയ്തു ഏതെങ്കിലും ഒരു ജോലി കിട്ടിയാൽ മതിയെന്ന്. കാരണം എനിക്ക് വിസിറ്റിംഗ് വിസ തീരാറായിക്കണം. ഞാനപ്പോൾ എൻ്റെ ഒരു ഫ്രണ്ട് വഴി, നിയാസ് വഴി ഞാനൊരു ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്തു. എനിക്ക് ആ ജോലി കിട്ടി. ഏകദേശം 4000 ദിറംസ് സാലറിയിൽ. ഞാൻ അതിന് പോകണോ വേണ്ടയോ എന്നുള്ളൊരു ഡബിൾ മൈൻഡായിട്ട് നിൽക്കുന്ന സമയത്ത് എനിക്ക് പെട്ടെന്നൊരു മെയിൽ വന്നു. എത്തിഹാദിൻ്റെ GSA സ്റ്റാഫായിട്ട്, ഗ്രൗണ്ട് സ്റ്റാഫായിട്ടുള്ള ഇൻ്റർവ്യൂ എനിക്കൊരു കോൾ വന്നു. കോളെന്നല്ല, മെയിൽ വന്നു.
മെയിൽ വന്നിട്ട് ഞാൻ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്തു. അത് ജൂലൈ 26, 2023 ഞാൻ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യണത്. അപ്പോൾ അന്ന് എൻ്റെ കൂടെ എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ അനിയനും വന്നിട്ടുണ്ടായിരുന്നു. അപ്പം അങ്ങനെ ഇൻ്റർവ്യൂ രാവിലെ ഞാനൊരു 6-7 മണിയാകുമ്പോൾ അവിടെ ചെന്നു. വൈകിട്ട് ഒരു 5-5:30-6 മണിയൊക്കെയാണ് തിരിച്ചു വരുന്നത്. കാരണം 5 സെക്ഷനായിരുന്നു ഇൻ്റർവ്യൂവിൽ ഉണ്ടായിരുന്നത്. പാസ്സായി. ആ ഒരു മൊമെൻറ്റ് ഇത് ഞാൻ വളരെ കൂൾ ആൻഡ് ഭയങ്കര ഈസി ആയിട്ട് പറഞ്ഞാലും അത്ര ഈസി അല്ലായിരുന്നു. ഒന്നും ഈസി അല്ല എന്നുള്ളൊരു സംഭവം ഞാൻ അന്ന് റിയലൈസ് ചെയ്തു. അങ്ങനെ ജോലി കിട്ടിയാൽ മാത്രം മതിയോ? അല്ല, പോരാ. ജോലി കിട്ടിയാൽ മാത്രം പോരാ. അതിൽ ട്രെയിനിങ് ഉണ്ട്. ട്രെയിനിങ് പീരീഡ് ഭയങ്കര ഹാർഡായിരുന്നു എനിക്ക്. തിയറിയിൽ ഞാൻ ഓക്കെ പാസ്സായിട്ടുണ്ടായിരുന്നു. പക്ഷേ പ്രാക്ടിക്കലിൽ ഞാൻ 2 തവണ തോറ്റു ഗൈസ്. അപ്പോൾ ഒരു തവണ തോൽക്കും, പിന്നെ എന്നെ പ്രാക്ടിക്കൽ ട്രെയിനിങ്ങിന് വിടും, പിന്നെ ഒരു തവണ തോറ്റു, പിന്നെയും എന്നെ പ്രാക്ടിക്കൽ ട്രെയിനിങ്ങിന് വിട്ടപ്പോൾ എൻ്റെ ഒരു കോച്ച് വന്നു. പുള്ളിക്കാരൻ നല്ല ഒരു കോൺഫിഡൻ്റ് ആയിട്ട് സംസാരിച്ച്. അപ്പോൾ എനിക്ക് അന്നേരമൊക്കെ ഭയങ്കര വെപ്രാളം. കാരണം ഞാനിത് ആദ്യമായിട്ടാണ് പ്രൊഫഷൻ. ഇങ്ങനെയൊക്കെ പറഞ്ഞാലും ഏവിയേഷനിൽ ഫീൽഡിൽ വർക്ക് ചെയ്യണമെന്ന് പറഞ്ഞാലും ഭയങ്കര ടെൻഷൻ. അന്ന് ഇത്രയും കോൺഫിഡൻ്റ് അല്ലായിരുന്നു ഞാൻ. പക്ഷേ എങ്ങനെയോ ആ ഒരു കോച്ചിൻ്റെ കോൺഫിഡൻസ് എനിക്ക് കിട്ടിയതുകൊണ്ട് ഭയങ്കര ഹാപ്പി ആയിട്ട് ഞാൻ പാസ്സായി. ഷാൻ എന്നാണ് എൻ്റെ ആ കോച്ചിൻ്റെ പേര് കേട്ടോ. അപ്പം ഞാൻ 2 വർഷമായിട്ട് ഇവിടെ വർക്ക് ചെയ്യാണ്. അപ്പോൾ 2024-25 യെസ് 2 വർഷമായി ഇപ്പോൾ ഏകദേശം ഞാൻ ഇവിടെ വർക്ക് ചെയ്യാൻ തുടങ്ങിയിട്ട്. ദൈവത്തിനോട് ഞാൻ നന്ദി പറയണു. എന്നെ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും, എന്നെ ബാക്കിൽ കുത്തിയിട്ടുള്ള എല്ലാവർക്കും. കാരണം ബാക്കിൽ എന്നെ കുത്തിയിട്ടുള്ള എല്ലാവർക്കും ഇതുകൊണ്ട് ഞാൻ നന്ദി പറയണമെന്ന് വെച്ച് കഴിഞ്ഞാൽ അവരെന്നെ തള്ളിയിട്ടില്ലായിരുന്നെങ്കിൽ, എന്നെ അവർ ആ പ്രശ്നങ്ങളിലേക്ക് തള്ളിയിട്ടിട്ടില്ലായിരുന്നെങ്കിൽ ഓഫ് കോഴ്സ് ഞാൻ ഇന്ന് ഈ സ്റ്റാൻഡിൽ ഉണ്ടാവില്ല. സാധാരണ ഒരു ലൈഫായിട്ട് നാട്ടിൽ പോയിട്ടുണ്ടാവും. ഞാൻ പണ്ട് +2 പഠിക്കുന്ന സമയത്ത് ക്യാബിൻ ക്രൂ ആവാൻ ആഗ്രഹിച്ചിട്ടുള്ള ഒരാളായിരുന്നു. അന്ന് ചുമ്മാ ഒന്ന് ആഗ്രഹിച്ചു. അവിടെ ഒരു നമുക്ക് +2ൻ്റെ സ്കൂളിൽ ഒരു സംഭവം വന്നു. ഇങ്ങനെ പഠിപ്പിക്കാനുള്ളൊരു സംഭവം വന്നിട്ട്, അല്ല പഠിപ്പിക്കാനല്ല, അങ്ങനെ ഒരു കോഴ്സ് ഉണ്ട്, ആൾക്കാർ വന്നിട്ടുണ്ടായിരുന്നു. അപ്പം അന്ന് എനിക്ക് ഹൈറ്റ് പോരാ, കളറിൻ്റെ പ്രശ്നമുണ്ടെന്ന് പറഞ്ഞിട്ട് തന്നെ ഈ 2 റീസൺ അവർ കറക്റ്റ് പറഞ്ഞിരുന്നു ഞാൻ +1 പഠിക്കുന്ന സമയത്ത്. അപ്പോൾ എന്നെ മാറ്റി നിർത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ കളറും വെച്ചിട്ട് ഇന്ന് ഞാൻ ക്യാബിൻ ക്രൂ അല്ലെങ്കിലും ഗ്രൗണ്ട് സ്റ്റാഫായിട്ട് വർക്ക് ചെയ്യുന്നതിൽ എനിക്ക് എന്നോട് തന്നെ റെസ്പെക്റ്റ് ഉണ്ട്. സോ ഞാനിപ്പോൾ എന്തുകൊണ്ടാണ് ഇത് പറയണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, എന്നെപ്പോലെ ഒരുപാട് പേര് സ്ട്രഗിൾ ചെയ്യുന്നവരുണ്ടാവാം, ബാക്കിൽ ആരും സപ്പോർട്ട് ചെയ്യാനില്ലാതെ നിൽക്കുന്നവരുണ്ടാവാം. ആര് UAEക്ക് വരുന്നുണ്ട് എന്ന് നിങ്ങൾ തീരുമാനിച്ചാലും ഓഫ് കോഴ്സ് നിങ്ങൾ ബാക്കപ്പായിട്ട് കുറച്ച് ക്യാഷ് കയ്യിൽ വെച്ചിരിക്കണം. എനിക്ക് ഏറ്റവും ഹെൽപ്ഫുൾ ആയിട്ടുള്ള ഒരു സംഭവം എന്ന് പറഞ്ഞാൽ എൻ്റെ ബാക്കപ്പ് എന്ന് പറഞ്ഞാൽ ട്യൂഷൻ എടുത്തു എന്നുള്ള സംഭവമാണ്. അതെന്നെ വല്ലാണ്ട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് ഫിനാൻഷ്യലി. മെയിനായിട്ട് പോയിൻറ്റ്സ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ബാക്കപ്പ് ഓഫ് കോഴ്സ് എന്തായാലും കയ്യിലുണ്ടായിരിക്കണം. പിന്നെ കുറേ മെൻ്റൽ ഡ്രോമകൾ ഉണ്ടാവും ഇവിടെ. നമ്മൾ ഒറ്റപ്പെട്ടിട്ടാണ് ഇവിടെ നിൽക്കേണ്ടത്. ഒരാളുണ്ടാവില്ല നമ്മളെ മെൻ്റലി സഹായിക്കാനായിട്ട്, ഒരാളുണ്ടാവില്ല. ഓഫ് കോഴ്സ് മെൻ്റലി പ്രിപ്പയർഡായിട്ട് വേണം വരാൻ. ഒറ്റയ്ക്കായിരിക്കും, ഓഫ് കോഴ്സ് ഒറ്റയ്ക്കായിരിക്കും. കുറച്ച് സമയം നമ്മൾ കഷ്ടപ്പെട്ടാലും നമുക്കുള്ളത് നമ്മുടെ കയ്യിലെത്തും എന്നുള്ളതാണ് എൻ്റെ ലൈഫ് എന്നെ പഠിപ്പിച്ചത്. അപ്പോൾ അത് കാരണം കൊണ്ട് ഇന്ന് ഞാൻ വലിയ ആളാണെന്നും അല്ലെങ്കിൽ ഞാൻ കുറേ കോടിക്കണക്കിന് സമ്പാദിച്ചു അങ്ങനെയൊന്നുമല്ല. ഞാൻ 2 വർഷമായിട്ടുള്ളൂ. അന്ന് ഞാൻ വിറ്റിട്ടുള്ള ഗോൾഡ് അതിൻ്റെ ഇരട്ടിയായിട്ട് ഇപ്പം ഞാൻ വാങ്ങിച്ചിട്ടുണ്ട്, എന്നെക്കൊണ്ട് പറ്റിയത്. അതൊക്കെ ദൈവത്തിനോട് ഞാൻ ശരിക്കും നന്ദി പറയാണ്. അപ്പോൾ ഇതാണ് എൻ്റെ വലിയൊരു ജേണിയുടെ കുഞ്ഞു കഥ. എന്തെങ്കിലുമൊക്കെ അറിയാനുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഓഫ് കോഴ്സ് ചോദിക്കാം, മെസ്സേജ് അയയ്ക്കുക, ഇൻസ്റ്റഗ്രാമിൽ DM ചെയ്യുക. ഞാൻ ഉറപ്പായിട്ടും റിപ്ലൈ ചെയ്യാവുന്നതാണ്. അല്ലെങ്കിൽ ഞാൻ ആ ക്വസ്റ്റ്യൻസൊക്കെ വെച്ച് വേണമെങ്കിൽ ഒരു വീഡിയോ ചെയ്യാം. ഓക്കെ, അപ്പോൾ അത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എന്താ ചെയ്യേണ്ടതെന്ന് അറിയാലോ, ഒരു ലൈക്ക് തന്നോളൂ കേട്ടോ. അപ്പോൾ ചേട്ടാ.